ഓം നമ ശിവായ. നമ ശിവായ. നർമ്മദേ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മുടെ വീടുകളിൽ നാം താമസിക്കുന്നു, നമുക്ക് ഉയർച്ച വരുന്നു, അസൂയാലുക്കളായി ശത്രുക്കൾ ഉത്ഭവിക്കുന്നു, അവർ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ മെയ്യുന്നു, താന്ത്രിക പരമായിട്ടുള്ള പല ചെപ്പടി വിദ്യകൾ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നു, നിങ്ങളിലത് ഭവിക്കുന്നു, നിങ്ങളുടെ ഉയർച്ച തഥൈവ. ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഒരു റൂട്ടീൻ. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് എങ്ങനെ മറികടക്കാം? ശത്രുക്കൾ സ്വാഭാവികമാണ്. എവിടെ ഉയർച്ചയുണ്ടോ അവിടെ അസൂയയുണ്ട്. അസൂയ ശത്രുത വരും. ആ ശത്രു നമ്മളെ അടപടലം പൊട്ടിത്തെറിപ്പിക്കും. മാനസിക നില വരെ തെറ്റും. കടങ്ങളാവും, കടങ്ങൾ പെരുകി ജപ്തിയാവും. ചിലവർ ആത്മഹത്യക്ക് പോവും, ചിലവർ നാട് വിട്ടുപോകും. ടോട്ടലി വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒട്ടുമിക്കവരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാം? നമ്മുടെ സിദ്ധരീതിയിൽ നമുക്ക് തീർത്ഥങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഗംഗ, യമുന, കാവേരി, നർമ്മദ ഒക്കെ. ഇവയുടെ ശക്തി വിശേഷം എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും ചിന്തിക്കുന്നു നമ്മുടെ പാപങ്ങൾ നശിക്കും, നമ്മൾ ഗംഗയിൽ പോയാൽ ശുദ്ധി വരും, അല്ലെങ്കിൽ പാപങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറും, സ്വർഗം കിട്ടും എന്നൊക്കെ. പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ദോഷം പാപങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊന്ന് നേരെ ഗംഗാ സ്നാനം ചെയ്താൽ മതി, പാപം തീരും. ശരിയായ കൺസെപ്റ്റ്. നമുക്ക് ഇതിനുത്തമം ഇപ്പോൾ ഗംഗാ സ്നാനം ചെയ്താൽ നമുക്ക് റീഫ്രഷ്, അതായത് ഗംഗാജലം എപ്പോഴും നമ്മൾ റീഫ്രഷ് ആക്കി നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. അതേസമയം നർമ്മദ തീർത്ഥം എന്ന് പറഞ്ഞാൽ കോടി പുണ്യമാണ് നമുക്ക് നൽകുന്നത്. ദൈവികമായിട്ടുള്ള ചിന്തകൾ, ആത്മീയ ബോധം ഉണർത്തുക, പൈശാചിക ശക്തിയെ അകറ്റി നിർത്തുക, ഇവയാണ് നർമ്മദ തീർത്ഥം അല്ലെങ്കിൽ നർമ്മദ തീർത്ഥത്തിൽ സ്നാനം ചെയ്താലുള്ള ഗുണം. എൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൽ കൂട്ടാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗംഗാ തീർത്ഥം കിട്ടുന്നത് പോലെ കലശത്തിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയ കലശം കിട്ടും. അതേപോലെ നർമ്മദ തീർത്ഥവും നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾ മധ്യപ്രദേശിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വരുത്തുന്നത് നല്ലത്. കുറച്ച് മതി. ഓൺലൈനിലൊക്കെ എത്രത്തോളം ഒറിജിനൽ ആണെന്നൊന്നും
പറയാൻ പറ്റില്ല. ചിലപ്പോൾ മിനറൽ വാട്ടറൊക്കെ ആയിരിക്കും നർമ്മദാ തീർത്ഥം എന്ന് പറഞ്ഞ് തരുന്നത്. അപ്പോൾ കുറച്ച് തീർത്ഥം നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക. എന്നിട്ട് ചെമ്പായിട്ടുള്ള കലശം, ചെറിയ കലശം, നിങ്ങൾ ബ്രാസ് കടയിലൊക്കെ ഉണ്ടാവും ചെറിയ കലശം ചെമ്പിൻ്റെ, അല്ലെങ്കിൽ ബ്രാസിൻ്റെ കലശമാണെങ്കിൽ നല്ലത് ചെമ്പാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഈ നർമ്മദാ തീർത്ഥം ഒഴിക്കുക. അതിനുശേഷം ചുവന്ന പട്ടും മഞ്ഞപ്പട്ട് മേളിൽ, അതിനു മുമ്പായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു കവർ അതിൻ്റെ മേളിൽ കെട്ടുക. കാരണം മറിഞ്ഞു പോകാതിരിക്കാൻ, ആവിയായി പോകും. അല്ലെങ്കിൽ കലശം ഓപ്പൺ അല്ലെങ്കിൽ, ഇപ്പോൾ റെഡിമെയ്ഡ് കലശം കിട്ടും, അല്ലാത്തെങ്കിൽ ഈ പറയുന്ന ജലം വാങ്ങിച്ച് ഈ കലശത്തിലിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി അതിൻ്റെ മേളിൽ ചുമന്ന പട്ടും അതിൻ്റെ മേളിൽ മഞ്ഞപ്പട്ടും വെച്ച് നല്ല രീതിയിൽ കെട്ടുക. എന്നിട്ട് നമ്മൾ പൂജാമുറിയിൽ ഒരു തട്ടത്തിൽ അരിയിടുക. നെല്ലാണെങ്കിൽ ഉത്തമം. നെല്ല് വെച്ച് അതിൻ്റെ നടുക്ക് ഈ പറയുന്ന കലശം വയ്ക്കുക. എന്നിട്ട് നർമ്മദാ മാതാവിനെ സങ്കല്പിക്കുക. നർമ്മദേ ഹർ, ഇതൊരു 21 പ്രാവശ്യം മനസ്സ് ഇരുത്തി പൂജാമുറിയിലിരുന്ന് ആ കലശത്തിൻ്റെ മുമ്പിൽ ഈ മന്ത്രം ജപിക്കുക. നല്ല ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അമ്മ അനുഗ്രഹിക്കും. പറ്റുമെങ്കിൽ നർമ്മദാ മാതാവിൻ്റെ ഫോട്ടോ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ആ ഫോട്ടോ നിങ്ങൾ വെച്ച് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കലശം വെക്കുന്ന അത്യുത്തമം. ഒരു കയ്യിൽ കലശം, ഒരു കയ്യിൽ മാല, ഒരു ഇടത്തെ കയ്യിൽ ശിവലിംഗം, വലത്തെ കൈ വരദമുദ്രയായിട്ട്. നമുക്ക് ശത്രുക്കൾ എത്ര തന്നെ മാരകമായിട്ടുള്ള താന്ത്രിക പ്രയോഗം പ്രയോഗിച്ചാലും അമ്മയുള്ളിടത്ത് ശിവനുണ്ട്. അതുകൊണ്ടാണ് നർമ്മദാലിംഗത്തിന് ഇത്ര പ്രാധാന്യം. നർമ്മദാ തീർത്ഥമോ നർമ്മദാ ലിംഗമോ അതല്ല, ഇതും രണ്ടും ഉണ്ടെങ്കിലും അത്യുത്തമം. നർമ്മദാ തീർത്ഥം അല്ലെങ്കിൽ നർമ്മദാ ലിംഗം ഏതൊരു ഗ്രഹത്തിലാണോ വസിക്കുന്നത് അവിടെ ധാന്യത്തിന് ഒരു മുട്ടുവഴിയില്ല, ധനത്തിനും ഒരു മുട്ടുവരില്ല. എപ്പോഴും ദൈവികമായ ചിന്തകൾ ആ കുടുംബത്ത് അലയടിക്കും. ഗ്രഹത്തിലുണ്ടാവുന്ന നെഗറ്റീവ്, അതായത് കലഹങ്ങൾ, താന്ത്രിക പ്രയോഗങ്ങൾ, ഇവയൊന്നും ആ ഗ്രഹത്തിൽ 7 അയൽവക്കത്ത് അടിക്കത്തില്ല. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ വീട്ടുകളിലും അതേപോലെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കലശം വെച്ചിട്ടുണ്ടാവും. കാരണം എന്താ? എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി അവിടെ നിലനിൽക്കും. മനസ്സെപ്പോഴും ശാന്തമായിരിക്കും. നമ്മുടെ ധനപരമായിട്ടോ ഒരു തരത്തിലുള്ള മുട്ടുവരാതെ, ഇതുപോലത്തെ താന്ത്രിക പ്രയോഗങ്ങളിൽ ഒന്നും അകപ്പെടാതെ നർമ്മദാ മാതാവിൻ്റെ എപ്പോഴും ദൃഷ്ടി പ്രസൻസും ആ വീടിലും അതേപോലെ ആ വ്യാപാര സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ പ്രശ്നമായി ഈ പ്രശ്നമായി അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് നമുക്ക് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും പറയേണ്ട അവസ്ഥ വരത്തില്ല. ഈ ഒരു പ്രയോഗം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഈ ഒരു തീർത്ഥം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ
ശിവായ. നർമ്മദേ